ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. യോശുവ 24:15. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സ്നേഹിക്കും. കുടുംബസമേതം യഹോവയെ സ്നേഹിക്കുന്ന യോശുവയാണ് നാം ഇവിടെ കാണുന്നത്. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയുടെ കാലത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, മോശയാൽ പരിശീലനം പ്രാപിച്ച മോശയ്ക്ക് വേണ്ടി സൈന്യാധിപൻ്റെയും വിദേശ മന്ത്രിയുടെയും രക്ഷാമന്ത്രിയുടെയും ഒക്കെ ജോലി ചെയ്ത, ഇസ്രായേലിന് കനാൻ ദേശം വീതിച്ചു കൊടുത്ത ശക്തനായ നേതാവിൻ്റെ അന്ത്യവചനങ്ങളിലെ പ്രധാന ഭാഗമാണിത്. 3 പ്രധാന വിഷയങ്ങളാണ് ഇതിൽ നാം കാണുന്നത്. ദൈവത്തെ സേവിക്കുന്നത് തിരഞ്ഞെടുക്കുക, കുടുംബത്തിൽ കുടുംബനാഥൻ്റെ സ്വാധീനം, ദൈവത്തെ അവൻ്റെ പ്രവൃത്തികളിൽ നോക്കി തിരഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ കുറിച്ച് ചിന്തിക്കുന്നു. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് മാത്രം കൊടുത്ത വിഷയമാണ്. ഒരു വിശേഷ അവകാശമാണ്. മറ്റൊരു സൃഷ്ടിക്കും അതില്ല. കാരണം എന്താണ്? മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവം ഒരു വ്യക്തിയാണ്. മറ്റാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത വ്യക്തി. പുറപ്പാടിൻ്റെ ഉദ്ദേശം തന്നെ എന്നെ സേവിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നതാണ്. പുറപ്പാട് 4:23. ഇസ്രായേൽ ജനം യോർദാൻ മറുകര അബ്രാഹാമിന് വാഗ്ദത്തം ചെയ്ത നാട്ടിലാണ് ജീവിക്കുന്നത്. ദൈവത്തെ സേവിക്കേണ്ട നിർബന്ധം അവരുടെ മേലുണ്ട്. അവർ അനുഭവിച്ചവരും കണ്ടവരും മാത്രമല്ല, ഇപ്പോൾ യോശുവയാൽ ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങൾ അവനെ സേവിക്കേണ്ടവരാണെന്ന് അവർക്കറിയാം. 24:16 വാക്യങ്ങൾ അവർ അത് പറയുന്നുണ്ട്. യോശുവ അതിന് മറുപടിയായി 19 വാക്യത്തിൽ പറയുന്നത്, അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിന് കഴിയില്ല, കാരണം അവൻ മഹാപരിശുദ്ധനാണ്. ഇല്ല, ഞങ്ങൾ സേവിക്കുമെന്ന് അവർ ഉറച്ചു നിന്ന് പറയുമ്പോൾ 24-21 വാക്യം യോശുവ തിരിച്ചടിക്കുന്നത്, എന്നാൽ അന്യ ദൈവങ്ങളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുകയും നിങ്ങളുടെ ഹൃദയം യഹോവയെങ്കിലേക്ക് ചായ്ക്കുകയും ചെയ്യുവിൻ എന്നാണ്. യോശുവ പറയുന്നു, ഇന്ന് തീരുമാനിക്കണം, ഇപ്പോൾ നീക്കിക്കളയണമെന്നാണ്. നാളത്തെ കാര്യം നമുക്കറിയില്ല. അടുത്ത നിമിഷത്തിലെയും നമ്മുടെ കൈവേലിയായ ദൈവങ്ങളെ മാറ്റിക്കളയാം. സർവശക്തനായ ജീവിക്കുന്നവനായ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയം ചായിക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ.